കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിനെ ശ്രദ്ധിച്ചപ്പോൾ ആൾക്കാകെ ഒരു തണുപ്പൻ രീതി. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയൊരു സന്തോഷക്കുറവ്? മറുപടി ഇങ്ങനെയായിരുന്നു: ഓ, എന്നാ സന്തോഷിക്കാനാ, ഒത്തിരി സന്തോഷിച്ചാൽ കുഴപ്പമാ, നാളെ വിഷമിക്കേണ്ടി വന്നാലോ. നാളെ വിഷമിക്കേണ്ടി വരുമെന്ന് കരുതി ഇന്ന് സന്തോഷിക്കാതിരിക്കുന്നത് ശരിയാണോ? ശരിക്കും ജീവിതത്തിൽ സന്തോഷത്തിനും ദുഃഖത്തിനുമുള്ള സാധ്യത തുല്യമല്ലേ? എനിക്ക് തോന്നുന്നത് സന്തോഷത്തെ നമ്മൾ വളരെ കാഷ്വലായി കാണുകയും വിഷമമുണ്ടാക്കുന്ന അവസരങ്ങളെ വളരെ ഗൗരവത്തോടെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെന്നാണ്. വിഷമമുണ്ടാക്കുന്ന അവസരങ്ങളെ കുറയ്ക്കാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായാണ് സന്തോഷത്തെയും ദുഃഖത്തെയും ഒക്കെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ചിലർ വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ഭയന്ന് സന്തോഷം കൂടി ഉപേക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളെ മറികടക്കാൻ നമ്മളെ സഹായിക്കേണ്ടത്. ചെറിയ സന്തോഷങ്ങളാണെങ്കിൽ പോലും അത് നമ്മിലുണ്ടാക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ചില ആളുകൾ എത്ര വലിയ കാര്യം സാധിച്ചാലും ഒട്ടും സന്തോഷം പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ഇരിക്കും. ചിലർക്കോ ചെറിയ കാര്യങ്ങൾ മതി വലിയ സന്തോഷമായിരിക്കും. ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലുള്ള ഇത്തരം വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടാവുന്നതാണെന്ന് ഒന്ന് ചിന്തിക്കാം. മാർട്ടിൻ സെലിഗ്മാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ സന്തോഷത്തിനൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. H=S+C+V. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്തരമൊരു ഫോർമുല? ഓവറോൾ ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു സെറ്റ് പോയിൻറ്റ് പ്ലസ് സർക്കംസ്റ്റാൻസസ് പ്ലസ് വോളണ്ടറി ആക്ഷൻ. ഇതിൽ സെറ്റ് പോയിൻ്റ് എന്നത് ഓരോരുത്തരുടെയും ജനറ്റിക് സെറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ജന്മനാൽ ലഭിക്കുന്ന സ്വഭാവമാണ്. ഒരു വീട്ടിലെ മക്കളെ നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. എല്ലാവരും വ്യത്യസ്തരായിരിക്കും. ഒരാൾ ഭയങ്കര അടിപൊളിയാണെങ്കിൽ വേറൊരാൾ മൂടിയായിരിക്കും. നമ്മുടെ ചുറ്റുപാടും നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ചിലർ എപ്പോഴും എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറുന്നവരായിരിക്കും. പ്രസന്നമായ അവരുടെ മുഖത്തെ പോസിറ്റിവിറ്റി അവരോട് ഇടപെടുന്ന മറ്റുള്ളവർക്കും പോസിറ്റീവ് എനർജി നൽകുന്നു. എന്നാൽ മറ്റു ചിലർ ഒരുതരം മൂടിക്കെട്ടിയ ഭാവത്തിലിരിക്കും. മുഖത്തൊരു സന്തോഷവും ഇല്ലാത്ത ഇവരോട് ഇടപെടുന്നവർക്ക് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇവർക്കിനി നമ്മൾ സംസാരിച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പോലും ചിലപ്പോൾ ചിലരെക്കുറിച്ച് നമുക്ക് തോന്നാറില്ലേ? ഇത്തരത്തിൽ പെരുമാറുന്നവരിൽ ഒരു പക്ഷേ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും. അവർക്ക് സന്തോഷം തീരെ ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇഷ്ടമുള്ളവരെക്കുറിച്ച് സംസാരിക്കുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് അവരെ എക്സൈറ്റഡ് ആക്കുമെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും പഴയപടി മൂടിക്കെട്ടിയിരിക്കും. കാരണം അവരുടെ സന്തോഷത്തിൻ്റെ സെറ്റ് പോയിൻറ്റ് ജന്മന ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് അതവരുടെ പാരമ്പര്യ സ്വഭാവമാണ്. ഇത് മാറ്റാനോ നിയന്ത്രിക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല. ഹാപ്പിനെസ് ഫോർമുലയിലെ സി എന്നാൽ സർക്കംസ്റ്റൻസസ് അഥവാ സാഹചര്യങ്ങൾ. നമുക്കറിയാമല്ലോ, ഓരോരുത്തർക്കും ലഭിച്ച വിദ്യാഭ്യാസം, തൊഴിൽ, വരുമാനം, സൗഹൃദ വലയം ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇതൊക്കെ അവരുടെ സന്തോഷത്തിൻ്റെ ലെവലിനെയും സ്വാധീനിക്കും. സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക പ്രതിസന്ധിയും ജീവിതത്തെ രണ്ട് ധ്രുവങ്ങളിൽ എത്തിക്കുന്ന അവസ്ഥകളാണെന്ന് പറയുന്നതാവും ശരി. സാമ്പത്തികമായി മുൻപന്തിയിലുള്ളവർക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടായിരിക്കുമെന്നതിന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാനാവില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് പലപ്പോഴും തടസ്സം സൃഷ്ടിച്ചേക്കാം. പാരമ്പര്യം നിയന്ത്രിക്കുന്ന സെറ്റ് പോയിൻറ്റ്, സാഹചര്യങ്ങൾ, ഇതിൽ രണ്ടിലും ഒരാളുടെ നിയന്ത്രണം പരിമിതമാണ്. പക്ഷേ വോളണ്ടറി ആക്ഷൻസ്, ഇത് ഓരോരുത്തരും സ്വമേധയാ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടെ ഓവറോൾ ഹാപ്പിനെസ്സിനെ മികച്ചതാക്കാൻ സാധിക്കും. പല കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് അത് നമ്മെ ബാധിക്കുന്നത്. ഒരു ഗ്ലാസ്സിലെ വെള്ളം പകുതി കമിഴ്ന്നു പോയാൽ പകുതിയും പോയെന്ന് പരാതിപ്പെടുന്നവരായിരിക്കും കൂടുതൽ. പകരം നല്ല കാര്യം മുഴുവൻ പോയില്ലല്ലോ എന്ന് പറയുന്നവരും കാണില്ലേ? ഇത്തരത്തിലെ പോസിറ്റീവ് പ്രതികരണങ്ങൾ നടത്തുന്നവർ പൊതുവെ ഹാപ്പിനെസ് ലെവൽ കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെ തളർന്നു പോകേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നവർ അതോടെ കളി നിർത്തണമല്ലോ. നമ്മുടെ ചില സിനിമാ പ്രവർത്തകരൊക്കെ എപ്പോഴേ ഫീൽഡ് വിട്ടേനെ. പക്ഷേ അവരൊക്കെ ചെറിയ വിഷമങ്ങളെ ചെറുതായി തന്നെ കണ്ടവരും പരിശ്രമത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കിയവരുമാണ്. കയ്യെത്തും ദൂരത്തെന്ന സിനിമ കണ്ടവരാരെങ്കിലും വിചാരിച്ചിരുന്നോ ഫഹദ് ഫാസിൽ എന്ന നടൻ ഇന്ന് സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയ രംഗണ്ണൻ വരെയായി ആസ്വാദകരെയൊക്കെ അമ്പരപ്പിക്കുമെന്ന്? ഇത്തരം എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷകരമാക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പരാതികളും പരാജയഭീതിയും മാറ്റിവെച്ചാൽ തന്നെ സന്തോഷത്തിന് സാധ്യതയായി. അവർ അങ്ങനെ പറഞ്ഞു, ഇവർ ഇങ്ങനെ ചെയ്തു, അത് കിട്ടിയില്ല,
ഇത് കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകില്ല. പക്ഷേ സ്വമേധയാ നമുക്ക് ചെയ്യാനാവുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ. വീടും ജോലി സ്ഥലവും പോസിറ്റീവ് എനർജി ഉള്ളതാക്കുക. ഒരു കാര്യത്തിനും അത് അർഹിക്കുന്നതിലധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. തമാശ കേട്ടാൽ ചിരിക്കുക. ജോലി കഴിഞ്ഞു വന്ന് കിട്ടുന്ന സമയം മുഴുവൻ അലസമായി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാതെ ദിവസവും കുറച്ച് സമയം കുടുംബത്തോടൊപ്പമായിരിക്കുക. പതിവായി വ്യായാമം ചെയ്യുക. താല്പര്യമുള്ള ഹോബിക്ക് സമയം കണ്ടെത്തുക. ഓരോ ദിവസത്തെയും 3-4 നല്ല കാര്യങ്ങൾ അത് ഡയറിയിൽ എഴുതിയില്ലെങ്കിലും ഓർത്തെടുത്ത് മനസ്സിൽ അടിവരയിടുക. മറ്റുള്ളവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അവരെ കഴിവിനൊത്ത് സഹായിക്കുക. അനാവശ്യമായ ഗൗരവം ഒഴിവാക്കുക. ലളിതമായി ജീവിക്കുക. ആർഭാടത്തിനായി കടം വാങ്ങി ഉള്ള സന്തോഷം നശിപ്പിക്കാതിരിക്കുക. ലഭിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളെയും നന്ദിയോടെ ഓർക്കുക. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർന്നാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റാത്തതായുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സന്തോഷം എന്നത് ആ ആളുടെ മാത്രം ഉത്തരവാദിത്തമല്ലേ?